ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ആക്ച്വലി ഇതൊരു എൻ്റെ ഈ ഡ്രസ്സ് നിങ്ങൾ 2 വീഡിയോ കാണും. വേറൊന്നുമല്ല, എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ വരാണ്. അപ്പൊ അവൻ എനിക്കൊരു ഗിഫ്റ്റ് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അവനൊരു ഐപാഡ് ഗിഫ്റ്റ് ചെയ്യാന്ന്. ഈ 28-നാണ് അവന്റെ ബർത്ത്ഡേ. ഈ വ്ളോഗ് പറയുമ്പോൾ ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ ഞാൻ ലുലുവില് ഐപാഡ് മേടിക്കാം എന്നുള്ളൊരു ഇതിലാണ് വന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ എന്തിനാണ് ട്രിവാൻഡ്രത്ത് വന്നതെന്ന്. ഇപ്പൊ 2 ആവശ്യങ്ങളും കൂടി നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ലുലുവിൽ പോയിട്ട് അവന് ഗിഫ്റ്റ് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ലുലുവിലെത്തി. ഞാൻ ലുലുവിൽ ഇമാജിൻ എന്നാണ് ഐപാഡ് വാങ്ങാൻ വേണ്ടി വന്നത്. കാരണം ലുലു കണക്റ്റിൽ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് കാണിച്ചതാണ് ഐപാഡ്. പിന്നെ ഞാൻ അവിടെ ജസ്റ്റ് അവിടെ നിന്ന് ഫോൺസൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. വാച്ചസും ഒക്കെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ മാക് ബുക്ക് നോക്കുമായിരുന്നു. ഇതാണ് നമ്മൾ ഐപാഡ് എടുത്തത്. ഞാൻ അൺബോക്സ് ചെയ്തില്ല, ബ്ലൂ കളറാണ് കേട്ടോ എടുത്തത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വാങ്ങി ഇറങ്ങി. നമുക്കിവിടെ നല്ല ലാഭത്തിലാട്ടോ കിട്ടിയത്. കാര്യം കൊല്ലത്ത് ഇത്ര ഓഫർ ഉണ്ടായിരുന്നില്ല. ആക്ച്വലി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ രണ്ട് ഡ്രസ്സാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാനിത് പല ദിവസങ്ങളിലായിട്ട് എടുത്ത വീഡിയോ ക്ലബ് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ലുലുവിൽ പോയിട്ട് അവന് ഐപാഡ് വാങ്ങിയ വീഡിയോ ആണ്. ആക്ച്വലി ഭയങ്കര സർപ്രൈസാണ്. അവൻ അറിയില്ല ഞാനത് വാങ്ങി വെച്ചിട്ടുണ്ടെന്ന്. പിന്നെ അവൻ ഒരു സാധനം കൂടി എനിക്ക് വാങ്ങണം എന്നുണ്ട്, അവനൊരു ഹെഡ്ഫോൺ. പക്ഷേ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അവൈലബിലിറ്റി എനിക്ക് 28-ന് കിട്ടത്തില്ല. ചിലപ്പോൾ ഞാനത് ഓർഡർ ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ അവന് കേക്ക് മേടിക്കാനായിട്ട് കൊല്ലത്തേക്ക് വന്നേക്കാണ്. ഞാനും ഉണ്ട്. പിന്നെ ചിലപ്പോൾ അച്ഛനും കൂടെ വഴിയിൽ പിക്ക് ചെയ്യേണ്ടി വരും. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പനിയാണ്, എന്നിട്ട് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് പോവാം. പിന്നെ അവന് പറ്റുമെങ്കിൽ ഒരു ഡ്രസ്സും കൂടി എടുക്കണം. പിന്നെ അവൻ്റെ 2 ഫ്രണ്ട്സ് വരും, അതും സർപ്രൈസാണ്. അപ്പം എൻ്റെ ഈ ബർത്ത്ഡേ എനിക്ക് നല്ല ഇതാക്കണം എന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മുൻകൈ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പാർട്സിലൊക്കെ വേറെ വേറെ ഡ്രസ്സസ് ആയിരിക്കും. ഞാനിത് ഒരുമിച്ച് ക്ലബ് ചെയ്തൊരു വീഡിയോ ആക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി കേക്ക് മേടിക്കുന്നിടത്ത് കാണാം. പിന്നെ അത് കഴിഞ്ഞ് ഡ്രസ്സ് എടുക്കാൻ പോവാണെങ്കിൽ അത് കാണാം. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ആക്ച്വലി എനിക്ക് വയ്യ, പനിയാണ്. പക്ഷെ ഇവൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് കാണാം. നമ്മളപ്പം സ്റ്റുഡിയോയിൽ കയറിയിട്ട് അവനൊരു ടീഷർട്ട് വാങ്ങിച്ചു. ഇപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ ഹെഡ്സെറ്റ് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം. പക്ഷെ അത് സെപ്റ്റംബർ 2-നെ വരത്തുള്ളൂ. പക്ഷെ എന്നാലും കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് സൗണ്ട് സത്യത്തിലില്ല, ഇങ്ങനെ ഒട്ടും വയ്യ. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഹോസ്പിറ്റലിൽ പോയി, ഇനി രാത്രി ഒന്നും കൂടി പോകണം. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. അപ്പം ഞാനിത് ഗിഫ്റ്റ് വാങ്ങിക്കുന്ന ഒരു വ്ളോഗായിട്ടും ബർത്ത്ഡേയുടേത് വേറൊരു വ്ളോഗായിട്ടും ഇടാം. നാളെയാണ് ബർത്ത്ഡേ വരുന്നത്. സോ നാളെ എന്ന് പറയുമ്പോഴത്തേക്കും 28 വരുന്നത്. എനിക്ക് തീരെ വയ്യ, കോളേജിൽ പോലും എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്കാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തത്. അനിയനും കോളേജ് ഉണ്ടായിരുന്നു, അപ്പോൾ അവനും എന്നെ കൊണ്ടുപോകാൻ പറ്റിയില്ല. തീരെ വയ്യ, നല്ല ക്ഷീണമുണ്ട്. അപ്പം ഇതാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് പർച്ചേസിങ് വ്ളോഗ്. അതിവിടെ എൻ്റെ ചെയ്യുവാണ്. അത് ഇനിയുള്ളത് ഒരു ഹെഡ്സെറ്റിൻ്റെ ആണ്. അത് ഞാൻ വരുന്ന സമയത്ത് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എനിക്ക് അവന് കൊടുക്കണം എന്ന് ആഗ്രഹപ്പെട്ട കുറച്ച് സാധനങ്ങളാണ് ഞാൻ അവന് കൊടുത്തത്. അധികമൊന്നുമില്ല. അവൻ്റെ ഒരു സന്തോഷം, അവൻ്റെ ടേസ്റ്റ് എനിക്കറിയാം, അവൻ എന്താ വേണ്ടതെന്ന്. അതാണ് ഞാൻ കൊടുത്തത്. ഇത് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്ന 2 ഗിഫ്റ്റ്സ് അല്ല ഐപാഡും അവൻ്റെ ഹെഡ്ഫോൺ എന്തായാലും അവൻ്റെ ബർത്ത്ഡേയുടെ അന്ന് വരില്ല, അതൊരു സർപ്രൈസ് ആയിരിക്കും. പിന്നെ ടീഷർട്ട്, കേക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ. സോ കേക്കൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. സോ ബാക്കി ഒരു ഐഡിയ ഇല്ല അവന് ഇതൊക്കെ എന്തായാലും ഉണ്ടാവും എന്നുള്ളത്. സോ പിന്നെ ഒരു കുട്ടി ബർത്ത്ഡേ വ്ളോഗ് ഞാൻ വേറെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇതാണ് ടീഷർട്ട്. ഞാൻ ഹെഡ്സെറ്റ് വാങ്ങിയില്ല, ഐപാഡിലും ടീഷർട്ടിലും